കർണാടകയിലെ ഷിരൂരിന് സമീപം കാർവാറിൽ പാലം തകർന്ന പുഴയിൽ വീണ് ട്രക്ക് ഉയർത്താൻ ഊർജിത ശ്രമം. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലാണ് ദൗത്യം. ഈ മാസം 7-നാണ് ദേശീയപാതയിലെ കാളി നദിക്ക് കുറുകെയുള്ള പാലം തകർന്ന് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന ട്രക്ക് പുഴയിൽ വീണത്. അരുൺ പൂപ്പറമ്പ് ചേരുന്നു കാർവാറിൽ നിന്ന്. അരുൺ, ഈ ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു? ക്രിസ്റ്റീന, ട്രക്ക് കരക്കേക്ക് എത്തിക്കുന്നതിനുള്ള ദൗത്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അതിലൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് നിലവിൽ ഈ ട്രക്ക് കരക്കേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ റോപ്പ് കെട്ടിയാണ് ഇത്തരത്തിൽ കരക്കേക്ക് എത്തിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനിടയിൽ ഈ ലോറി നേരത്തെ തകർന്നു വീണിട്ടുള്ള ഈ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ ലോറി വലിച്ചെടുക്കുന്നതിനിടയിൽ കുടുങ്ങിപ്പോയി എന്നതാണ് ദൗത്യ സംഘത്തിലുള്ളവർ പറയുന്നത്. അങ്ങനെ അത് അല്പസമയം ദൗത്യം തടസ്സപ്പെട്ടു. പിന്നീട് ഈശ്വർ മാൽപ്പയും അവരുടെ സംഘാംഗങ്ങളും ഡൈവ് ചെയ്തതിന് ശേഷം ഉണ്ടായ തടസ്സം, നിലവിൽ കുടുങ്ങിയിട്ടുള്ള ഭാഗം അത് കണ്ടെത്തി അത് വീണ്ടും അവിടെ റോപ്പ് വെച്ച് വലിച്ച് മാറ്റിയതിന് ശേഷം ഇപ്പോൾ നിലവിൽ വീണ്ടും ഈ ദൗത്യം പുനരാരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ ഒരു മോട്ടോർ ഘടിപ്പിച്ച ഒരു തോണി കാണാം. ആ തോണിയുടെ തൊട്ട് സമീപം ആണ് നിലവിൽ ഇപ്പോൾ ലോറി ഉള്ളത്. അതിപ്പോൾ തൊട്ടിപ്പുറം ഇപ്പോൾ റോപ്പ് വലിച്ച് കരക്കേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവിടെ ഒരു അടയാളം ഉൾപ്പെടെ അത് കാണുന്ന അടയാളത്തിന് സമീപമാണ് നിലവിൽ ഇപ്പോൾ ഈ നദിക്ക് അടിയിൽ ലോറി ഉള്ളത്. അവിടെ നിന്ന് ഏകദേശം ഇപ്പോൾ ഒരു 100 മീറ്റർ അകലെയാണ് കരഭാഗമുള്ളത്. അവിടേക്ക് എത്തിക്കുന്ന വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇത് കന്യാകുമാരി പനവയൽ ദേശീയപാതയാണ്. ഈ മാസം 7-ാം തീയതി അർദ്ധരാത്രി 12:30 ഈ അപകടം നടക്കുന്നത്. ആ സമയത്ത് ഈ പാതയിലൂടെ കടന്നു പോവുകയായിരുന്ന ഈ തമിഴ്നാട് സ്വദേശി ഓടിച്ചിരുന്ന ട്രക്ക് ഈ പാലം തകർന്ന് പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. അതിനുശേഷം അന്ന് തന്നെ ആ ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് സാധിച്ചു. ഈ കന്യാകുമാരി പൻവേൽ ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രക്ക് പുഴയിൽ വീണു. ഇതിനായുള്ള തെരച്ചിൽ നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വിവരങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ്.